12 മണിയായപ്പോഴേക്ക് ഇതാ ഞാൻ എൻ്റെ വീട്ടിലെത്തി. നോക്കിയപ്പം താഴത്ത് ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ മുകളിൽ മാങ്ങ പറിക്കുവായിരുന്നു. അങ്ങനെ വാതിൽ തുറന്ന് ഞാൻ വേഗം അടുക്കളയിലേക്കാണ് പോയത്. എന്നിട്ട് വേഗം ചോറും ചെമ്പെടുത്തു. എന്തെങ്കിലും ഉണ്ടാക്കിയാലേ ഉച്ചയ്ക്ക് ഞം കഴിക്കാൻ പറ്റൂ. അങ്ങനെ ചോറിന് വെള്ളം ഫസ്റ്റ് തന്നെ വെച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ചേച്ചി ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കറികൾ അച്ഛന് വേണ്ടിയിട്ട്. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പം കുറച്ച് സാമ്പാർ അതിൻ്റെ കൊടുത്തയച്ചതുണ്ടായിരുന്നു. ചോറിന് വെള്ളം വെച്ചിട്ട് ഞാൻ ടി വി ഇട്ട് അവിടെ ഇരുന്നേ. കുറച്ച് അണ്ടിപ്പരിപ്പും നിന്ന് ടി വിയും കണ്ടിരുന്നു. ചോറിന് അരി ഇടാനൊക്കെ ആയപ്പോഴേക്ക് പിന്നെ ഞാൻ മെല്ലെ എണീച്ച് പോയി. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് തന്നെ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. വേഗം അരി കഴുകിയിട്ട് അടുപ്പത്തേക്ക് ഇടുകയാണേ. അപ്പോഴാണ് ഡ്രസ്സ് മാറ്റാത്തത് ഓർമ്മ വന്നത്. വേഗം പോയി ഡ്രസ്സും മാറ്റി ഒരു മുട്ടയും വറുത്തേക്കാമെന്ന് വിചാരിച്ചു. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഒരു മുട്ട വറുത്തെടുക്കുന്നുണ്ട്. അധികം സമയമില്ലാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു എളുപ്പമുള്ള പണികൾ ചെയ്യുന്നത്. ഇപ്പം തന്നെ 12:30 ആവാറായിട്ടുണ്ട്. ഫുഡ് കഴിക്കണ്ടേ? അപ്പോൾ കുറേ ലേറ്റ് ആവാതെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം മുട്ട വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയായി കഴിഞ്ഞപ്പോൾ ആ ചട്ടിയിൽ തന്നെ എന്നാൽ പിന്നെ വേഗം ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാമല്ലോ. രണ്ടും കൂടി ഈ ഒരു ചട്ടിയിൽ തന്നെ കഴിയും. അങ്ങനെ മുട്ട എടുത്ത ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടുന്നുണ്ട്. അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. അത് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ നന്നായി മിക്സാക്കി കൊടുത്ത് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് വെച്ചത്. അങ്ങനെ അത് ജസ്റ്റ് മൊരിഞ്ഞ് വന്നപ്പോഴേക്കും എടുത്തു. അങ്ങനെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ചോറ് വേവാറായിട്ടുണ്ട്. വെന്തോ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. ചോറ് വാർത്തെടുക്കുകയാണ്, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തിട്ട് കാല് പൊള്ളിച്ചൊരു ചരിത്രം എനിക്കുള്ളത് കൊണ്ട് അത് ഞങ്ങൾ ചെയ്യാറില്ല. കാലൊരിക്കലും നന്നായിട്ട് പൊള്ളിയിരുന്നു. അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുത്തു. വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയേ. എന്നിട്ട് ചോറ് ഊറ്റി കഴിഞ്ഞ് അപ്പം തന്നെ പോയി കഴിച്ചേ.